മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ള വിധേയത്വത്തിന്റെ മാർഗമാണ്. സർവ്വതും റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അടിയറ വെച്ച് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിമിന്റെ റബ്ബ് ഇബ്രാഹിമിനോട് പറഞ്ഞ സന്ദർഭം, അസ്ലിം, നീ മുസ്ലിം ആവുക, നീ വിധേയത്വമുള്ളവനാവുക, നീ സർവ്വതും സമർപ്പിക്കുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഞാൻ സർവ്വതും സമർപ്പിച്ചിരിക്കുന്നു. തൗഹീദിന്റെ സാക്ഷാത്കാരമാണ് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുടനീളം നാം കണ്ടത് ഈ ആയത്തിന്റെ വിശദീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവ്വതും അടിയറ വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, എതിരായ ഒരു അക്ഷരം മിണ്ടാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതിർന്നിട്ടില്ല. തൻ്റെ ഭാര്യയെയും മകനെയും ആരുമില്ലാത്ത, ആരോരുമില്ലാത്ത, കൃഷിയില്ലാത്ത, സസ്യങ്ങളില്ലാത്ത ഒരു ഭൂമിയിൽ ഉപേക്ഷിച്ച് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. തൻ്റെ പിഞ്ചു മകനെ അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. പറ സഹോദര, പറ. തൻ്റെ മടിയിൽ കിടക്കുന്ന പിഞ്ചോമനയുടെ മുഖത്തേക്ക് നോക്ക്. നമ്മിൽ ആരാണ് അതിന് മുതിരുക? ആ കുട്ടിയുടെ കൈത്തിറക്കാൻ ആരാണ് അതിന് മുതിരുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കനപ്പെട്ട കൽപ്പനകളെ കൊണ്ട് നമ്മെ പരീക്ഷിച്ചിട്ടില്ല. ഇല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമുക്ക് താങ്ങാനാവുന്നതാ. 5 നേരത്തെ നിസ്കാരം, 1 മാസത്തെ നോമ്പ്, സദാ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, നമുക്ക് താങ്ങാനാവുന്നതേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ നബിമാരുടെ ജീവിത ചരിത്രങ്ങൾ അപ്രകാരമായിരുന്നില്ല. വിധേയത്വം, റബ്ബിന്റെ മുന്നിലുള്ള വിധേയത്വം, സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അടിയറ വെക്കുക. അല്ലാഹുവും അവന്റെ റസൂലും എന്തൊന്ന് കൽപ്പിച്ചോ അതിലൊന്ന് തിരിയാൻ സഹോദരങ്ങളെ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ പുരുഷനും സ്ത്രീക്കും പാടുള്ളതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല കൽപ്പനയും കൽപ്പിച്ചു കഴിഞ്ഞാൽ, വല്ലതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചു കഴിഞ്ഞാൽ അതിൽ തൻ്റെ കാര്യത്തിൽ സ്വതന്ത്രമായൊരു അഭിപ്രായം ഒരു മുഅ്മിന് സ്വീകരിക്കൽ പാടുള്ളതല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടുന്നവരെ ഇതാണ് അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകൻ ഖലീലുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് ഇതാണ്. തൗഹീദിലേക്കുള്ള ക്ഷണത്തിൻ്റെ മില്ലത്ത്, ശിർക്കിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മില്ലത്ത്, അള്ളാഹുവിനായി സർവ്വതും സമർപ്പണത്തിൻ്റെ മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത്.